ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് സൺഡേ ഈ ആഴ്ച 3 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ചെൽസി വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരം ഉണ്ടായിരുന്നു. അത് 1-1 ഡ്രോയിലാണ് അവസാനിച്ചത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ പ്ലെയറിന് ലാസ്റ്റ് ഒരു 78th മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടുന്നുണ്ട്. സോ ലാസ്റ്റ് 10 മിനിറ്റ്സ് ഒക്കെ 10 ആൾ വെച്ചിട്ടാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കളിച്ചത്. ബട്ട് സ്റ്റിൽ 1-1 ഡ്രോ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതേപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് മത്സരം ഉണ്ടായത് ബ്രൈറ്റൺ വേഴ്സസ് ടോട്ടനം മത്സരമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 2-0 ടോട്ടനം ലീഡിൽ നിന്ന മത്സരം മാച്ച് അവസാനിക്കുമ്പോൾ 3-2 ബ്രൈറ്റൺ വിൻ ചെയ്യുന്നൊരു സാഹചര്യമാണ്. സോ ഇറ്റ് വാസ് എൻ എക്സൈറ്റിംഗ് ഗെയിം. പക്ഷെ ഞാൻ പേഴ്സണലി കണ്ടത് എനിക്ക് മാൻ യുണൈറ്റഡിൻ്റെ മത്സരമാണ് കാണാൻ കഴിഞ്ഞത്. ആസ്റ്റൺ വില്ല വേഴ്സസ് മാൻ യുണൈറ്റഡ് വില്ല പാർക്കിൽ നടന്ന മത്സരമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ മത്സരത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ച് തന്നെയായിരുന്നു. എറിക് ടെൻ ഹാഗിന് അദ്ദേഹത്തിൻ്റെ യുണൈറ്റഡ് ഫ്യൂച്ചർ തന്നെ ഡിസൈഡ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു മത്സരമായിരുന്നു അത്. സോ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 4-2-3-1 ഫോർമേഷനിലാണ് രണ്ട് ടീമും അണിനിരത്തിയിരുന്നത്. അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം യുണൈറ്റഡിൻ്റെ സെൻറ്റർ ബാക്ക് പെയറിംഗ് ആയിരുന്നു. ഡിലൈറ്റിനെയും മാർട്ടീനസിനെയും ഇത്തവണ കരക്കിരുത്തിക്കൊണ്ട് ജോണി വാൻസും ഹാരി മെഗ്വറും ആയിരുന്നു സെൻറ്റർ ബാക്ക് പെയറിംഗ് ആയിട്ട് എറിക് ടെൻ ഹാഗ് വിശ്വസിച്ച് ചെയ്യിപ്പിച്ചത്. സോ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. വില്ല പാർക്കിൽ നടന്ന ഈ ഒരു മത്സരം ഒരു രസമില്ലാത്ത ഡ്രോയിലാണ് അവസാനിച്ചത്. രണ്ട് ടീമും ഗോളൊന്നും അടിച്ചില്ല. 0-0 സ്കോർ ലൈനിലാണ് മത്സരം അവസാനിച്ചത്. എന്താ പറയുക, ഒരു ക്ഷീണിച്ച ഗെയിമായിരുന്നു. രണ്ട് ടീമുകളും യൂറോപ്പിൽ മിഡ് വീക്ക് കളിച്ചിട്ടാണ് വരുന്നത്. അതിൽ യുണൈറ്റഡ് പോർട്ടോയ്ക്കെതിരെ അവസാന നിമിഷങ്ങളിൽ ഈക്വലൈസർ പിടിച്ചിട്ട് വരുന്ന സാഹചര്യമാണെങ്കിൽ ആസ്റ്റൺ വില്ലയാണെങ്കിൽ ബയൺ മ്യൂണിച്ചിനെ പൊട്ടിച്ചിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൽ പൊട്ടിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ രണ്ട് ടീമുകൾക്കും അതിൻ്റെ ക്ഷീണം ഉണ്ടായെന്ന് തോന്നുന്നു. രണ്ട് ടീമുകൾക്കും ഫസ്റ്റ് ഹാഫിൽ വലിയ കാര്യമായിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ രണ്ട് ടീമിൻ്റെ ഭാഗത്തുനിന്നും കാണാൻ കഴിഞ്ഞില്ല. ആകെ എടുത്ത് പറയേണ്ടത് മത്സരത്തിലെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഫസ്റ്റ് ഹാഫിലെ അറ്റാക്കിംഗ് ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ള രണ്ട് ഷോട്ട്സാണ്. ഒന്ന് റാഷ്ഫോർഡിൻ്റെ വക, അത് പക്ഷേ എമിലിയാനോ മാർട്ടിനസിന് അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റൊന്ന് ആസ്റ്റൺ വില്ല പ്ലെയറായ റോജേഴ്സിൻ്റെ വക ഒരു ഷോട്ടാണ്. അത് പക്ഷേ റൈറ്റ് പോസ്റ്റിന് പുറത്തേക്കൂടെയാണ് പോകുന്നത്. സോ അത് രണ്ടും അല്ലാണ്ട് വേറെ കാര്യമായിട്ട് പറയാനൊരു അറ്റാക്കിംഗ് ഹൈലൈറ്റിംഗ് മൊമെൻറ്റ്സ് പോലും ഫസ്റ്റ് ഹാഫിലില്ല. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം യുണൈറ്റഡ് പ്ലേയേഴ്സിൻ്റെ ഡിസിപ്ലിനാണ്. മത്സരം തുടങ്ങി 3-ാമത്തെ മിനിറ്റിൽ തന്നെ എറിക്സൺ മഞ്ഞക്കാട് മേടിക്കുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഹാഫിൽ തന്നെ കോബി മൈനോയും ഹാരി മഗ്വറും മഞ്ഞക്കാട് മേടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 40 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ യുണൈറ്റഡിൻ്റെ 3 പ്ലേയേഴ്സ് യെല്ലോ കാർഡ് ലിസ്റ്റിൽ കയറുന്നുണ്ട്. പിന്നെ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ വലിയ കാര്യമായിട്ടൊരു അഗ്രസീവ് മൂവ്മെൻറ്റ്സോ അഗ്രസീവ് പ്രസ്സിങ്ങോ ഒന്നും രണ്ട് ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് 0-0 തന്നെ വേറെ വലിയ ഇവൻറ്റ്സ് ഒന്നും നടക്കാണ്ട് അവസാനിച്ചു പോയി. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 10 മിനിറ്റ് എത്തുമ്പോൾ തന്നെ കോൺസ എന്ന് പറയുന്ന ഡിഫൻഡർ ആസ്റ്റൺ വില്ലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം. അതേപോലെ ഹാരി മഗ്വയറിന് ഫസ്റ്റ് ഹാഫ് കഴിയാറാകുമ്പോഴേക്ക് ഒരു കാഫ് ഇഞ്ചുറിയുടെ കൺസേൺസ് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഡിലൈറ്റിനെ ഇറക്കുന്നുണ്ട്. അതുപോലെ മസ്റോയിനെ മാറ്റിയിട്ട് ലിൻലോഫിനെ ഇറക്കുന്നുണ്ട്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. സോ അതിനൊക്കെ ശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് തന്നെ റാഷ്ഫോർഡിൻ്റെ ഒരു അറ്റാക്കിംഗ് ഷോട്ടോട് കൂടി തന്നെയാണ്. പക്ഷേ നല്ലൊരു ഷോട്ടായിരുന്നു. പക്ഷേ എമിലിയാനോ മാർട്ടിനസ് അത് ഫിംഗർ ടിപ്പ് സേവ് നടത്തി വിടുന്നുണ്ട്. അതിന് നേരെ ഉത്തരം എന്ന പോലെ അപ്പുറത്ത് ഒനാനയ്ക്കും വേണ്ടി സേവ് പിന്നെയും വരുന്ന നിമിഷങ്ങളിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. ടെലമാൻസിൻ്റെ ഷോട്ട് അദ്ദേഹത്തിന് സേവ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു 64 മിനിറ്റ് ഒക്കെ എടുക്കുമ്പോൾ റാഷ്ഫോർഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു 60 മിനിറ്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് കിട്ടുന്നുണ്ട്. അതിനുശേഷവും ഫൗൾസ് അറ്റംപ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കണം എറിക് ടെൻ ഹാഗിന് അടുത്തൊരു റെഡ് കാർഡ് വേണ്ട എന്ന് കരുതി റാഷ്ഫോർഡിനെ പിൻവലിക്കുന്നുണ്ട്. അതിനുശേഷം 68ാമത്തെ മിനിറ്റിലാണ് യുണൈറ്റഡിന് അവരുടെ ബെസ്റ്റ് ചാൻസ് ഈ മത്സരത്തിൽ കിട്ടിയത്. ഒരു 20 യാർഡ് ഔട്ടിലെ ഒരു ഫ്രീ കിക്കായിരുന്നു. എടുത്തത് ക്യാപ്റ്റനായ ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ബാറിൽ തട്ടി റിട്ടേൺ അടിക്കുകയാണ് ചെയ്യുന്നത്. സോ അതായിരുന്നു യുണൈറ്റഡിൻ്റെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആ ഒരു മത്സരത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ ആസ്റ്റൺ വില്ലയ്ക്ക് അവരുടെ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നത് 90 നിമിഷത്തിന് ശേഷമാണ്. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വരുന്നൊരു ഗ്രൗണ്ടഡ് ക്രോസ് സെൻറ്റർ ബാക്ക് ഡിഫൻഡറായ ഡിലൈറ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ റൈറ്റ് വിങ്ങിലുള്ള, അതായത് ബോക്സിനകത്ത് റൈറ്റ് വിങ്ങിലുള്ള ഫിലോഗ്നയുടെ ആസ്റ്റൺ വില്ല പ്ലെയറിൻ്റെ കാലിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഒരു തകർപ്പൻ ഷോട്ട് തന്നെ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ബോഡി കവർ ആയിട്ട് ഡിയോഗോ ഡാലോട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറത്ത് കെട്ടിയാണ് അത് പോകുന്നത്. സോ ആ ഒരു നിമിഷം ഡാലോട്ട് അവിടെ ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഒനാനയ്ക്ക് അതൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആയേനെ. മേ ബി ഡൈയിങ് മൊമെൻറ്റ്സിൽ ആസ്റ്റൺ വില്ലയ്ക്ക് ഒരു ഹോം വിക്ടറി നേടാനുള്ളൊരു മരുന്ന് അതിനുണ്ടായിരുന്നു ആ ഒരു ഷോട്ടിന്. എന്തായാലും താങ്ക്സ് ടു ഡാലോട്ട് മത്സരം 0-0 തന്നെ അവസാനിച്ചു. യുണൈറ്റഡിന് 1 പോയിന്റുമായിട്ട് വില്ല പാർക്കിൽ നിന്ന് മടങ്ങാൻ സാധിച്ചു. അവരുടെ
പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് സ്റ്റാർട്ട് തന്നെയാണ്. 8 പോയിന്റാണ് 7 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ 14ാം സ്ഥാനത്തേക്ക് അവരിപ്പോൾ തള്ളപ്പെട്ടു ഈ ഒരു മത്സരത്തിന് ശേഷം. സോ ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക്, ഈ ഒരു ഡ്രോ മതിയാകുമോ ടെൻ ഹാഗിൻ്റെ ജോബ് സേവ് ചെയ്യാൻ? ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ച ടോട്ടനത്തിൻ്റെ അടുത്ത് തോറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇനിയുള്ള 2 മത്സരങ്ങൾ ടെൻ ഹാഗിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലിപ്പോൾ പോർട്ടോയുള്ള മത്സരത്തിൽ വേണമെങ്കിൽ പറയാം അവസാന നിമിഷങ്ങളിൽ ഫൈറ്റ് ചെയ്ത് വന്ന് ഈക്വലൈസർ കണ്ടെത്തി എന്നുള്ളൊരു ഷെയ്ഡിൽ വേണമെങ്കിൽ ആ സ്റ്റോറി എഴുതാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എന്ത് പറയും എന്നുള്ളത്, ഇനി അതിനും ടെൻ ഹാഗിന് വേറെ പുതിയ എക്സ്ക്യൂസസ് ഉണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ജയിച്ച ട്രോഫീസിൻ്റെ എണ്ണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം നടക്കുന്ന പ്രസന്റ് കണ്ടീഷൻ എന്താണ്, ക്ലബ്ബ് എങ്ങോട്ടാണ് ഫ്യൂച്ചർ, ഏത് ഡയറക്ഷനിലാണ് ക്ലബ്ബ് നീങ്ങുന്നത് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ ഒരു മത്സരത്തിന് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി ഒരു ടയേർഡ് ഗെയിമാണ് ആസ്റ്റൺ വില്ലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അവരുടെ ഹോം മാച്ച് ആയിരുന്നിട്ട് കൂടി. ബട്ട് സ്റ്റിൽ ഒരു പല്ല് ഒഴിഞ്ഞ അറ്റാക്കിങ് നിര കളിക്കുന്ന പോലെയാണ് യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് എനിക്കിന്ന് തോന്നിയത്. ഇപ്പോൾ കുറച്ച് ഷോട്ടുകൾ വന്നു എന്നുള്ളതല്ലാതെ ഒരു കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് അസംബിൾഡ് ആയിട്ടൊരു അറ്റാക്കിങ് യൂണിറ്റ് അവൻ ഇപ്പോഴും, അത് ഇത്രയും പ്ലേയേഴ്സും ഉണ്ട്, പ്ലേയേഴ്സ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല യുണൈറ്റഡിന്. ബട്ട് സ്റ്റിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു കോമ്പിനേഷൻസ് ഇപ്പോഴും വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ടെൻ ഹാഗിൻ്റെ കാര്യത്തിൽ എന്താണ് യുണൈറ്റഡ് ഡയറക്ടേഴ്സ് ഗ്രൂപ്പ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളത് വളരെ കൗതുകത്തോടെ നോക്കുന്നൊരു കാര്യമാണ്. ഇതിപ്പോൾ ചിലപ്പോൾ മേ ബി സീസൺ, ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് മോശമായിട്ട് സെക്കൻഡ് ഹാഫിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തിയ കഥകളൊക്കെ ഇഷ്ടം പോലെ പ്രീമിയർ ലീഗിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ യുണൈറ്റഡ് 14ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനിയും മത്സരങ്ങൾ, ടോപ്പ് ടീംസായിട്ട് മത്സരങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. സോ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനിയും ടെൻ ഹാഗിനെ യുണൈറ്റഡ് മാനേജ്മെൻറ്റ് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഈ ഒരു സീസൺ ആയതുകൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഓൾറെഡി ടോപ്പ് ആയിരുന്ന ടീം ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് താഴേക്ക് പോയതാണ് എന്നൊരു ന്യായീകരണം ഈ ഒരു അവസ്ഥയ്ക്ക് വരുന്നില്ല. ഓൾറെഡി ഇങ്ങനെ ഗ്രാജുവലായിട്ട് താഴേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സോ ഇപ്പോൾ സീസൺ ഇനി ലോങ് ബാക്കിയുണ്ട്. സോ ഇനി ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കാണ് 2 ആഴ്ചത്തെ. സോ എന്തെങ്കിലും ഒരു തീരുമാനം യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതാണ് പെർഫെക്റ്റ് ടൈം ഒരു തീരുമാനം എടുക്കാൻ. ദേ ആർ ഡിസൈഡിങ് ടു ഗോ വിത്ത് ടെൻ ഹാഗ്, ഓക്കെ ദെൻ അത് ഫിക്സ് ചെയ്ത് അതിനകത്ത് തന്നെ മുന്നോട്ട് പോവുക. ഇനി അതല്ല മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു തുടക്കത്ത് തന്നെ മാറ്റം വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയും കുറച്ചൊക്കെ കഴിഞ്ഞൊരു ഡിസംബറൊക്കെ അടുക്കുമ്പോഴാണ് ഇനി മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മേ ബി സീസൺ സാൽവേജ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. അത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്, പുതിയൊരു കോച്ച് വന്നാലും ഒരു 2 ആഴ്ച കൊണ്ട് അവർക്ക് ഫുൾ ഷോപ്പ് സെറ്റപ്പ് ചെയ്യാൻ കഴിയണമെന്നില്ല, കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് മാറ്റാനും കഴിയില്ല. അങ്ങനെ പറയുമ്പോഴാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പറയുന്ന ഒരു ന്യൂസ് ഞാനിപ്പോൾ ഈ അടുത്ത് കേട്ടത്, എങ്ങാനും ഒരു ടെൻ ഹാഗിനെ ഇപ്പോൾ ഉടനെ സാക്ക് ചെയ്യുകയാണെങ്കിൽ അസിസ്റ്റന്റ് കോച്ചായ മറ്റൊരു നെതർലൻഡ്സ് പ്ലെയർ ആയിരുന്ന റൂഡ് വാൻ നെസ്റ്റൽറോയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുന്നു. ഇപ്പോൾ റാഗ്നിക്കൊക്കെ വന്ന പോലെ ഇൻട്രീം കോച്ചായിട്ട് ഈ ഒരു സീസൺ മുഴുവിപ്പിക്കാൻ മേ ബി യുണൈറ്റഡിന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കാം. മേ ബി എല്ലാ ഡിസിഷൻസും ഇനി യുണൈറ്റഡ് മാനേജ്മെൻറ്റ് എടുക്കേണ്ടതാണ്. സോ എല്ലാ പ്രീമിയർ ലീഗ് ഫാൻസും കാത്തിരിക്കുന്ന ഒരു ന്യൂസാണ് എറിക് ടെൻ ഹാഗിനെ കുറിച്ചുള്ള യുണൈറ്റഡിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ വിത്ത് ടെൻ ഹാഗ് ഓർ വിത്തൗട്ട് ടെൻ ഹാഗ് യുണൈറ്റഡ് ഒരു 14ാം സ്ഥാനത്ത്, ഈ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്തൊരു 7 മത്സരം കഴിയുമ്പോൾ 14ാം സ്ഥാനത്ത് കിടക്കേണ്ട ഒരു ടീമല്ല യുണൈറ്റഡ്. ഇങ്ങനെ ഒരു ഡയറക്ഷനും ഇല്ലാത്ത ഗെയിം പ്ലേ കളിച്ച് പോകേണ്ട ഒരു ടീമല്ല. അതല്ല അവരുടെ ലെഗസി എന്ന് പറയുന്നത്. സിറ്റിയുടെ കൂടെയും ആർസണലിൻ്റെ കൂടെയും ചെൽസിയുടെ കൂടെയും ലിവർപൂളിൻ്റെയും കൂടെ ടോപ്പ് 5 ഇടിച്ചു കുത്തി മത്സരിക്കേണ്ട ഒരു ടീം തന്നെയാണ് യുണൈറ്റഡ്. സോ പറഞ്ഞാൽ വിത്ത് ടെൻ ഹാഗ് ഓർ വിത്തൗട്ട് ടെൻ ഹാഗ് വരും കാലങ്ങളിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പഴയ സ്റ്റാച്ചറിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് കഴിയട്ടെ. മേ ബി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ മേ ബി ടെൻ ഹാഗിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. മേ ബി നോട്ട്. സോ ടെൻ ഹാഗ് ഇൻ ഓർ ടെൻ ഹാഗ് ഔട്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.